ഓർത്തു പിടിക്കാമോ? കാര്യം ഒന്ന് ഓർത്തു പിടിക്കാം. ഒരു വാക്ക് പ്രാർത്ഥന നിർത്താൻ പോവുകയാണ്. എസ്തേറിന് സുരക്ഷം വീണു രാജകൊട്ടാരത്ത് വസ്തുക്ക് പകരം 6 മാസം മൂറും ധൈര്യത്തിലും 6 മാസം സുഗന്ധവർഗത്തിലും 12 മാസം കഴിഞ്ഞു. 13ാമത്തെ മാസം ശുദ്ധീകരണ കാലം കഴിഞ്ഞു. ഒരു വിശുദ്ധ എസ്തറായപ്പോൾ അഹശ്വേരോശ് രാജാവിന്റെ ഭാര്യയായി അപ്പോയിന്റ്മെന്റ് ചെയ്യപ്പെട്ടു. എല്ലാ കണ്ണുകളെ 6 മാസം സുഗന്ധവർഗത്തിൽ 6 മാസം ദൈവസ്ഥാനത്ത് കൊടുത്തിരിക്കുന്ന ഈ 3 കാര്യത്തിൽ 12 മാസം കഴിഞ്ഞ് 13ാം ദിവസം ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. ഞാൻ ഇന്ന് രാവിലെ പ്രവചനാത്മാവിൽ ഈ സെക്ഷന്റെ യൂത്തിനോട് ദൈവാത്മ പറയുന്നത് നിയോഗിക്കുന്നു. ഇന്ന് കേട്ട വചന പ്രകാരം ഒരു വിശുദ്ധ തലമുറ 6 മാസം 3 കാര്യത്തിലും 6 മാസം സുഗന്ധവർഗത്തിലും ഘടകത്തിലാണ് വിശുദ്ധ തലമുറയാതെ എഴുന്നേൽപ്പിക്കുന്നു. വചനത്താലും ആത്മാവിനാലും യേശു ക്രിസ്തു രക്തത്താലും ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടവനാണ്. ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടവനാണ്. പാപമേ, ശാപമേ, ലോകമേ എന്റെ മേൽ അവൻ നിനക്ക് അധികാരമില്ല. പരിശുദ്ധ പിതാവേ, thank you in the presence of God. യേശുവിന്റെ നാമത്തിൽ ഈ കരകൊത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് വീണ. I am separated. ഞാൻ വേർതിരിച്ചപ്പെട്ടവളാണ്. എനിക്കൊരു ശുദ്ധീകരണം വേണം. 6 മാസം 3 ധൈര്യത്തിലും 6 മാസം സുഗന്ധവർഗത്തെ വിട്ടിട്ട് 13ാമത്തെ മാസം എസ്തേർ അപ്പോയിന്റ്മെന്റ് കൊടുത്ത പോലെ ഒരു അപ്പോയിന്റ്മെന്റ് ഓർമ്മ എനിക്ക് രാവിലെ വേണം. ഒരു ശുശ്രൂഷകനായി, പ്രവാചകനായി, പ്രവാചകനായി ദൈവത്തിൽ പ്രേരണപ്പെടുന്ന വ്യക്തിയാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന ദിനത്തിന് അഭിഷേകത്തിന് പകച്ചു കൊടുക്കണം. ഈ ക്യാമ്പ് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വിശേഷത മാറട്ടെ. ഈ പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ കർത്താവ് വിശുദ്ധ തലമുറയെ തന്നെ പോകുക, അശുദ്ധാത്മാവിനെ പുറത്താക്കുന്ന ഒരു ശ്രേഷ്ഠ തലമുറയാക്കി മാറ്റണമേ. ഇവന്റെ മേൽ ഒരു പ്രത്യേകാധികാരം കൊടുത്ത് ഈ ലോകത്തിൽ, ദേശത്തെ, സഭയിൽ ഞാൻ അസമസ പ്രസ്ഥാനത്തിന് അഭിമാനമുഖമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകന ദൈവദാസന്മാർക്ക് സെക്ഷൻ കമ്മിറ്റിക്ക് എല്ലാ ദിനത്തിലെ പുതിയ സംഘടനയ്ക്ക് നന്ദി. കർത്താവ് അത്ഭുതമാക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഉറക്കെ ആമേൻ പറയാമോ? ഉറക്കെ പറഞ്ഞാണ്ട് അശുദ്ധാത്മാവിനെ പുറത്താക്കുന്ന, ഉറക്കെ അശുദ്ധാത്മാവിനെ പുറത്താക്കുന്ന, അശുദ്ധാത്മാവിനെ പുറത്താക്കുന്ന ഒരു വിശുദ്ധ തലമുറയാണ്. പറഞ്ഞേ, അശുദ്ധാത്മാവിനെ പുറത്താക്കുന്ന വിശുദ്ധ തലമുറയാണ് ഞാൻ. നീ ഇനി സാത്താനും പാപത്തിനും ശാപത്തിനും ലോകത്തിനും എന്നെ തൊടാൻ ഒരിക്കലും കഴിയത്തില്ല. കരമടിച്ച് ആ ദൂതനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിൽ ദയവായിട്ടിരിക്കാം. അനുഗ്രഹീതമായ ചലഞ്ചായ ഒരു മെസ്സേജ് ഇന്ന് രാവിലെ നമ്മുടെ നടുവിൽ വന്ന് ശുശ്രൂഷിച്ച ബഹുമാന ദൈവദാസനുള്ള പ്രത്യേക നന്ദി ഞങ്ങൾ സിഐ കമ്മിറ്റിയായി സെക്ഷന്റെ ദൈവദാസന്മാരായി ഞങ്ങൾ പ്രത്യേക അറിയിക്കുന്നു. ദൈവം ദാസന്റെ ശുശ്രൂഷകളെ പിന്നെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ ഉച്ച ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ ഈ ബിസിനസ് സെക്ഷൻ ഉണ്ട്. അപ്പോൾ തന്നെ ഈ ഭാഗത്ത് പുരുഷന്മാർക്ക് ഈ ഭാഗത്തും സ്ത്രീകൾക്ക് ഈ ഭാഗത്തുമാണ് വാഷ്റൂം ഉള്ളത്. അത് യൂസ് ചെയ്യാൻ പുരുഷന്മാർക്ക് ഈ ഭാഗത്തും സൗകര്യമാർക്ക് ഈ ഭാഗത്തുമാണ് വാഷ്റൂം ക്രമീകരിച്ചിരിക്കുന്നത്. ദയവായി യൂസ് ചെയ്യാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പ്രത്യേക ഇന്ന് രാവിലെ ഈ സിയുടെ ഒടുവിലത്തെ മിനിറ്റുകൾ വരെ ദൈവം നമ്മെ സഹായിച്ചല്ലോ. വന്നു ചേർന്നവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. വിവിധങ്ങളിൽ നിന്നൊക്കെ ഈ ശുശ്രൂഷകൾക്ക് ഭാഗമാകാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ തന്നെ ഈ ശുശ്രൂഷകളിൽ കടന്നു വന്ന് ഔചാരികമായുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സെക്ഷന്റെ ഹോസ്പിറ്റലുകൾക്ക് പ്രത്യേകമുള്ള
നന്ദി ഞങ്ങൾ സി കമ്മിറ്റിയായിട്ട് അറിയിക്കുന്നു. അതുപോലെ സെക്ഷൻ്റെ സെക്രട്ടറി പ്രിയ ഫ്രാൻസിസ് പാസ്റ്റർ, ഖജാൻജി ആയിരിക്കുന്ന പ്രിയ ശിവ പാസ്റ്റർ, പ്രിയപ്പെട്ടവരുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ പ്രാദേശിക സഭകളിൽ നിന്നൊക്കെ കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും ഒരിക്കൽ കൂടെയുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. വിശേഷാൽ മീഡിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ള പ്രിയ ബൈജുബർ, ഗായക സംഘങ്ങളായ പ്രിയപ്പെട്ടവർ, അതിരാവിലെ തന്നെ അവർ യാത്ര ചെയ്ത് കടന്നു വന്ന ആത്മീയ ഗാനങ്ങൾ നമ്മുടെ നടുവിൽ അവർ ശുശ്രൂഷിക്കാനിടയായി തീർന്നല്ലോ. സി എ കമ്മിറ്റി വിവിധ പ്രാദേശിക സഭകളിൽ നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ഈ സഭ ഈ പ്രാവശ്യത്തെ സി എ ക്യാമ്പിനായിട്ട് മുന്നിൽ നിന്ന് പ്രിയ സുരേഷ് പാസ്റ്റർ കുടുംബം ദൈവസഭയായിട്ട് അവരോട് നടന്നുള്ള കഠിനാധ്വാനങ്ങൾ, വിഭവസമൃദ്ധമായുള്ള ഭക്ഷണമൊക്കെ നമുക്ക് തന്ന് സമൃദ്ധിയായി നമ്മളെ അയക്കാൻ വേണ്ടി അവർ വളരെ കഠിനാധ്വാനങ്ങൾ ചെയ്തു. ഈ സഭയെ പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒറ്റ വാക്കിൽ, അതുപോലെ സൗണ്ട് സിസ്റ്റം, മറ്റെല്ലാ പ്രിയപ്പെട്ടവർ, ഈ സെക്ഷനിലെ പുത്രികാ സംഘടനയിലുള്ള പ്രിയപ്പെട്ടവർക്ക്, കടന്നു പോകുന്ന സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പ്രത്യേകമായുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ സെക്ഷൻ പ്രാർത്ഥിച്ച് നമുക്ക് വീണ്ടും ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് അല്പസമയം കഴിഞ്ഞ് ഏകദേശം 2 മണിക്ക് വീണ്ടും നമുക്ക് തിരിച്ചടുത്ത ബിസിനസ് സെക്ഷൻ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. വേഗത്തിൽ ക്രമീകരണങ്ങൾ ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സമയം ഫ്രാൻസിസ് പാസ്റ്റർ മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കും. നമുക്ക് എല്ലാവർക്കും കണ്ണുകളിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്ന ഒരു നല്ല തലമുറയായി ഈ സി എ ക്യാമ്പിലൂടെ നാം കേൾക്കപ്പെട്ടതുപോലെ ദൈവദാസന ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ച് ഇതിനകത്ത് അപ്പോസ്തലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, സുവിശേഷകന്മാരുണ്ട്, മിഷണറിമാരാകേണ്ടവരുണ്ട്. ഇതിനകത്ത് IAS IPS ഉന്നതമായ നിലവാരങ്ങളിൽ ദൈവസഭയ്ക്ക് സമൂഹത്തിന് പ്രയോജനപ്പെടേണ്ടതുണ്ട്. അശുദ്ധാത്മാവിന്റെ വ്യാപാരങ്ങൾ കുടുംബങ്ങളെ, തലമുറകളെ വഴിതെറ്റിക്കാനിടവരാതെ ഈ ചലഞ്ചായ മെസ്സേജ് നാം ശിരസാലേറ്റ് വഹിച്ച് നെഞ്ചും നെറ്റിയും മരയും തലയും മുറുക്കി ഇരുട്ടിന്റെ ശക്തികളെ തൂത്തെറിഞ്ഞ് ക്രിസ്ത്യ ജീവിതത്തിൽ നിലകൊള്ളാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽവേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കാഞ്ഞിരക്കുളം സെക്ഷന്റെ CA ക്യാമ്പ് ഇന്നലെയും ഇന്നുമായി നടത്തപ്പെട്ടുവല്ലോ. ഈ 2ാം ദിനത്തിൽ സ്വർഗത്തിലെ ദൈവം കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. തന്റെ അഭിഷേകത്തിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുവാൻ ഇടയായി തീർന്നുള്ള കർത്താവെ, വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ അവിടുത്തെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്ന, തനിച്ചു പാർക്കുന്ന ഒരു ജനമായി തീരുവാൻ ഈ ജനത്തെ കർത്താവ് അഭിഷേകം ചെയ്തത് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഹൃദയ നിർണയമുള്ളവരായി ദാനിയേലിനെ പോലെ രാജാവിന്റെ ഭോജനം കൊണ്ടും രാജാവ് പകർന്ന വീഞ്ഞു കൊണ്ടും എന്നെ തന്നെ ഞാൻ അശുദ്ധമാക്കുകയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ തീരുമാനത്തോടെ പ്രതിഷ്ഠയോടെ നിൽക്കുന്ന ഒരു തലമുറയായി, ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്ന ഒരു തലമുറയായി, ആത്മാവിനും അഭിഷേകത്തിനും ഉപദേശത്തിനുമായി നിൽക്കുന്ന ഒരു തലമുറയായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി സമർപ്പിക്കപ്പെട്ടവർക്കായി, തീരുമാനമെടുത്തവർക്കായി സ്തോത്രം ചെയ്യുന്നു. സെക്ഷന്റെ വിവിധ തലങ്ങളിൽ കടന്നു വന്ന എല്ലാ ദൈവജനത്തെ, CMMേഴ്സിനെ, ദൈവദാസന്മാരെ എല്ലാം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ക്യാമ്പിൽ എത്രത്തോളം കർത്താവ് അനുഗ്രഹിച്ചുവല്ലോ, കമ്മിറ്റിയെ കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. ഇപ്പോൾ ഞങ്ങൾ ഭക്ഷണത്തിനായി പിരിയുന്നു. തിരുസാന്നിധ്യം കൂടിയിരിക്കണം. ഉച്ചകഴിഞ്ഞ സെക്ഷനിൽ ദൈവസാന്നിധ്യം വെളിപ്പെടുത്തണം. അങ്ങ് പ്രാർത്ഥന കിടന്നതിനായി നന്ദി. യേശുനാമത്തിൽ പിതാവേ, ആമേൻ. കടന്നു സഹകരിച്ച എല്ലാവർക്കും നന്ദി. തുടർന്ന് ഭക്ഷണത്തിനായി പിരിയുന്നു. കൃത്യം 2 മണിക്ക് തന്നെ അടുത്ത ബിസിനസ് സെഷൻ ആരംഭിക്കുന്നതാണ്. കടന്നു വന്ന് സഹകരിച്ച ശുശ്രൂഷിച്ച എല്ലാ കർത്താവിന്റെ ദാസന്മാർക്കും നന്ദി അറിയിക്കുന്ന ദൈവം സഹായിക്കട്ടെ. അതുപോലെ മേഖലാ കൺവെൻഷന്റെ